നമസ്കാരം. വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം അടുത്തിടെ വിവാദങ്ങളിൽ തോഴനായി മാറിയിരിക്കുകയാണ് നടൻ ബാല. ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും രണ്ടാം വിവാഹത്തിലെ പങ്കാളി എലിസബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ബാലയെ വാർത്തകളിൽ നിറച്ചു. മുറപ്പെണ്ണ് കോകിലയുമായുള്ള ബാലയുടെ മൂന്നാം വിവാഹം വലിയ വാർത്തയായി. എന്നാൽ ഇത്തവണയും വിവാദങ്ങളല്ല, മറിച്ച് ഒരു നന്മയുടെ പേരിലാണ് ബാല വീണ്ടും വാർത്തയിലെത്തിയിരിക്കുന്നത്. ശോചനീയാവസ്ഥയിലായിരുന്ന വൈക്കത്തെ അംഗൻവാടി താരത്തിന്റെ സഹായത്തോടെ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഭാര്യ കോകിലയുടെ പിന്തുണയോടെയാണ് ഇതെന്ന് ബാല പറയുന്നു. അംഗൻവാടിയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി അംഗൻവാടി അധികൃതരെ സമീപിച്ചപ്പോൾ ബാല നിറഞ്ഞ മനസ്സോടെ സഹായം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. കോകിലയും അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ബാല പറയുന്നു. കഴിഞ്ഞ ദിവസം MBBS പഠിക്കുന്ന 2 കുട്ടികളെ കണ്ടിരുന്നുവെന്നും 99% മാർക്ക് നേടിയവരാണ് ഇക്കാര്യത്തിന് പ്രചോദനമായതെന്നും ബാല പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണെന്ന് ബാല കൂട്ടിച്ചേർത്തു. വളരെ സന്തോഷമുള്ള ദിവസമാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള 2 അംഗൻവാടികൾ പുനർനിർമ്മിക്കാൻ സാധിച്ചു. തന്റെ മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ കോകിലയുടെ അടുത്ത് പറഞ്ഞു, കുട്ടികളൊക്കെ പഠിക്കട്ടെ, നമുക്കിത് ചെയ്യണം മാമ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു. കുട്ടികൾ പഠിച്ചു വിജയിക്കട്ടെ, ദൈവത്തിന് നന്ദി എന്നായിരുന്നു ബാല പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അംഗൻവാടി ഉദ്ഘാടനം. കഴിഞ്ഞ ദിവസം MBBS പഠിക്കുന്ന 2 കുട്ടികളെ കണ്ടിരുന്നുവെന്നും 99% മാർക്ക് നേടിയവരാണ് ഇക്കാര്യത്തിന് പ്രചോദനമായതെന്നും ബാല പറയുകയാണ്. ഇത് തുടക്കം മാത്രമാണെന്ന് ബാല കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാലയും കോകിലയും വിവാഹിതരായത്. എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് വളരെ അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിലായിരുന്നു ബാല കോകിലയ്ക്ക് താലി ചാർത്തിയത്. തമിഴ്നാട്ടുകാരിയായ കോകില ബാലയുടെ ബന്ധു കൂടിയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം എലിസബത്ത് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരുന്നു. തന്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയായിരുന്നു എലിസബത്തിന്റെ പുതിയ വീഡിയോ. തനിക്ക് ഓട്ടിസം ഉണ്ടെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നുമുള്ള തരത്തിൽ വരെ കമന്റുകൾ വരുന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത്. നെഗറ്റീവ് കമന്റുകൾ ഇട്ട് നാണം കെടുത്തിയാൽ വീഡിയോ ഇടുന്നത് നിർത്തിക്കാമെന്ന് ആരും കരുതേണ്ട എന്നും എലിസബത്ത് പറയുന്നു. കുറെ നെഗറ്റീവ് കമന്റുകൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഓട്ടിസം ആണെന്ന് കമന്റ് കണ്ടു. അതൊരു അസുഖമാണ്. പക്ഷേ അത് ഇല്ലാത്ത ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തരുത്. അത്തരത്തിലുള്ള കുറെ കമന്റുകൾ കണ്ടു. പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സുകളും കണ്ടിരുന്നു. അതിനുള്ള തെളിവുകളും റിപ്പോർട്ടുകളും ഇല്ലാതെ പറഞ്ഞു പരത്തുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത്. നിങ്ങൾ ഇതൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും. ഒരുപാട് നാണം കിട്ടും, ഇൻസൾട്ടഡ് ആയിട്ടുമാണ് ഇവിടെ വരെ എത്തിയത്. തളർത്താൻ നോക്കേണ്ട. നെഗറ്റീവ് കമന്റുകൾ ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും, എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും. ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും, ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും, വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാണം കെടുന്നതിന്റെ മാക്സിമം അവസ്ഥയിൽ നാണം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ട് ഇൻസൾട്ടഡായി. അങ്ങനെ കുറെ ബോഡി ഷെയ്മിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കുറെ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് എന്നെ അത്രയും മോശക്കാരിയാക്കുന്നത്. അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല. നെഗറ്റീവ് കമന്റുകൾ ഇട്ട് നാണം കെട്ടി ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. എന്റെ ആ നാണം പോയി. പേടിപ്പിച്ച് വീട്ടിലിരുത്താം, ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതേണ്ട. ഒരുപാട് ഭീഷണി കോളുകൾ എനിക്ക് വരാറുണ്ട്. ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ്. എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്ന് ആരും കരുതേണ്ട. ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ കയറി വന്നത്, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും. നിങ്ങൾ എന്നെ എത്ര നാണം കെടുത്തിയാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും. അത് നിർത്താൻ പോകുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകുന്നില്ല എന്നാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്.